ഒരു ബീഫ് ബിരിയാണി ഉണ്ടാക്കുന്ന കഥയാട്ടോ. കഥയുടെ പുറകിലുള്ള കാര്യം ഇത്രയേ ഉള്ളൂ. ഓണം സെലിബ്രേഷൻ എല്ലാവരും കൂടാമെന്ന് വിചാരിച്ചിട്ട് നടന്നില്ല. കാരണം എല്ലാവരുടെയും ഡ്യൂട്ടി ഒന്നും അന്ന് സെറ്റായിട്ട് വന്നില്ല. പിന്നെ ഈ പലർക്കും തന്നെ ഫ്രൈഡേ മാത്രമേ ഓഫുള്ളൂ. അപ്പോൾ അന്ന് അങ്ങനെ കൂടാൻ പറ്റിയില്ല. അപ്പോൾ അത് ഞങ്ങൾ ഒരാഴ്ചയും കൂടി നീട്ടി വെച്ചപ്പോൾ ആർക്കും ഓണസദ്യ വേണ്ട. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം സദ്യ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഒരാഴ്ചത്തേക്ക് തന്നെ എല്ലാവരുടെയും വീട്ടിൽ ഈ സദ്യകൾ തന്നെയായിരിക്കും. കാരണം സെയിം കറികൾ, സെയിം ചോറ്, സാമ്പാർ, അവിയൽ ഇതൊക്കെ തീർന്നെങ്കിൽ തന്നെ ഒരാഴ്ചയോളം എടുക്കും. അപ്പോൾ ആണെങ്കിൽ ആർക്കും സദ്യയോട് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് രാവിലെ തന്നെ മാർക്കറ്റിൽ പോയി നല്ല അടിപൊളി ബീഫ് വാങ്ങിച്ചിട്ട് വന്നു. ഇവിടെ ഒമാനിൽ നമ്മൾ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ നല്ല സൂപ്പർ ബീഫ് കിട്ടും. അപ്പോൾ അങ്ങനെ ബീഫും ബിരിയാണി ഉണ്ടാക്കാനുള്ള അരി, സാധനങ്ങൾ, സവാള, അങ്ങനെ ക്യാരറ്റ് എല്ലാം ഞങ്ങൾ രാവിലെ തന്നെ വാങ്ങിച്ചിട്ട് വന്നു. പക്ഷേ പണി തുടങ്ങിയപ്പോഴത്തേനും ഏതാണ്ട് ഒരു 11:30 ആയിട്ടോ. കാരണം എല്ലാവരും കൂടെ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 മണിക്കൂറത്തെ പരിപാടിയുള്ളൂ ഒരു ബീഫ് ബിരിയാണി ഉണ്ടാക്കുക എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾക്ക് മെയിൻ സഹായികൾ ഞങ്ങളുടെ പിള്ളേരാന്ന് തന്നെ പറയണം. ഇടയ്ക്കിടയ്ക്ക് കുറച്ച് കുറുമ്പുകളൊക്കെ ഉണ്ടെങ്കിലും അവർ ഞങ്ങളെ അത്യാവശ്യം സഹായിച്ചു. പിന്നെയാണെങ്കിൽ ഞങ്ങൾ ബീഫ് ഉണ്ടാക്കുന്ന മെയിൻ ഞങ്ങളുടെ ഷെഫ് അജിച്ചേട്ടനാണ്. അജിച്ചേട്ടൻ്റെ സഹായികളാണ് ഞങ്ങളെല്ലാവരും. അപ്പോൾ അജിച്ചേട്ടൻ എന്ത് പറയുന്നോ അതിന് ബേസ് ചെയ്തിരിക്കും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം. ഇതൊക്കെ ഞങ്ങൾ ഇന്ന് അരിയുന്നതാണ് ഈ കാണുന്നത്. ഇതാണെങ്കിൽ എന്താ പറയുന്നത്, മാളു ആണെങ്കിൽ മാളുവിൻ്റെ 3rd ട്രൈമസ്റ്ററിലേക്ക് കടന്നുകൊണ്ട് തന്നെ മാളുവിൻ്റെ ഹെൽത്ത് അത്ര നല്ലതൊന്നുമല്ല. അപ്പോൾ എനിവേ 2 മാസം കഴിയുമ്പോഴത്തേനും മാളുവിന് ഡ്യൂ ഡേറ്റ് ആവും, അടുത്ത ബേബി വരും. അപ്പോൾ ഞങ്ങൾ ഇതെല്ലാം ഇവിടെ നിന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്ര നല്ല കാലാവസ്ഥയാണെന്ന് വെച്ചാൽ ചൂടുണ്ട്, എങ്കിലും നമുക്ക് പുറത്ത് നല്ല സുഖമായിട്ട് ഇരുന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഈ പറമ്പിന് ചുറ്റും കാണുന്നതാണെങ്കിൽ ഇതൊരു വില്ലയാട്ടോ. ഞങ്ങളുടെ ഒമാനിൽ നിസ്വേലുള്ള ഞങ്ങൾ താമസിക്കുന്ന ഒരു വില്ലയാണ്, ചെറിയൊരു വില്ലയാണ്. ആ വില്ലയിൽ ചുറ്റും ഈ 4 മണി പൂക്കളുണ്ട്. ഇപ്പോഴത്തെ ക്ലൈമറ്റ് നല്ലതായതുകൊണ്ട് തന്നെ ഒരുപാട് പൂക്കൾ അവിടെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. പിന്നെ ഇത് ഞാൻ സവാള അരിഞ്ഞു കൊടുക്കുന്നതാണ് ഈ കാണുന്നത്. എന്നാലാവുന്ന പോലെയൊക്കെ ഞാൻ സഹായിച്ചു. എല്ലാവരും അവരിൽ പറ്റുന്ന പോലെയൊക്കെ സഹായിച്ച് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് മെയിൻ ഷെഫിൻ്റെ അടുക്കളയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നോക്കിയപ്പോൾ നല്ല ദാഹം. കൂട്ടത്തിലിരിക്കുന്ന ഒരാളോട് പറഞ്ഞു ഒരു ഇച്ചിരി നാരങ്ങ ഉണ്ടാക്കി തരാൻ പറഞ്ഞു. നാരങ്ങ ഉണ്ടാക്കി തന്നു. അങ്ങനെ ബിരിയാണിയുടെ കാര്യം മുമ്പോട്ട് പോകുന്നതാണ് ഈ കാണുന്നത്. സാധാരണ ബിരിയാണി വെക്കുമ്പം ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് നമ്മൾ വീടുകളിലൊക്കെ തന്നെ വെച്ച് കഴിക്കുന്നേക്കാളും ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും നമ്മൾ കുറച്ച് പേര് കൂടി നല്ല കാര്യമായിട്ട് ചെയ്യുന്നത്. പിന്നെ പിള്ളേരുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേനും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പറയാലോ ബോറടിച്ചു എന്ന്. അങ്ങനെ അവർ അവിടെ കളിക്കാൻ തുടങ്ങിയതാ. വെള്ളത്തിൽ കുളിച്ച് നിൽക്കുന്ന ഞങ്ങളുടെ ഇസുക്കുട്ടനെ കണ്ടോ? ഇസുക്കുട്ടനാണ് മെയിൻ ഹൈലൈറ്റ്. പോകുന്നു ചേച്ചിമാരുടെ അടുത്തേക്ക്. നല്ല പൊരി വെയിലത്ത് നല്ല വെള്ളത്തിൽ കിടന്ന് കളിക്കുന്നതാണ് ഈ കാണുന്നത്. നാളെ മിക്കവാറും എല്ലാത്തിനും പനി തന്നെ ആയിരിക്കും, എങ്കിലും സാരമില്ല. കാരണം അവരെല്ലാ ദിവസങ്ങളിലും ഇങ്ങനെ ഒരുമിച്ച് കൂടാറില്ല, അവർക്ക് ഒരുമിച്ച് കളിക്കാനുള്ള സമയങ്ങൾ കിട്ടാറില്ല. അപ്പോൾ പിന്നെ ഞങ്ങളും അങ്ങ് കണ്ണടച്ചു, അവർ കളിക്കുവാണെങ്കിൽ കളിക്കട്ടെ എന്നുള്ള ഒരു സെറ്റപ്പായി. ഞങ്ങളുടെ മെയിൻ ഷെഫാണ് അജിച്ചേട്ടനൊക്കെ ഇരുന്നിട്ടാണെങ്കിൽ എന്താ പറയുന്നത്, ബീഫ് സെറ്റ് ചെയ്യുന്ന ഒരു സമയമാണ് കേട്ടോ. ഇതൊരു സാധാരണ വീഡിയോ ആണ്. നമ്മൾ നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ട് വന്നിട്ട് ഇത് ചെയ്യുന്ന ഒരു വീഡിയോ ഒന്നുമല്ല. ഇതെൻ്റെ അനിയൻകുട്ടനാണ്. ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുതരും. അവൻ 10 ക്യാഷ് കഴിക്കുമ്പം എനിക്ക് 1 ക്യാഷ് കൊണ്ടുതരും. പിന്നെ ആണെങ്കിൽ നല്ല ചൂടാണ് പുറത്ത്, അതുകൊണ്ട് നല്ല സൂപ്പർ സോഡ നാരങ്ങ വെള്ളം കൂട്ടത്തിൽ ഞങ്ങളുടെ അരുൺ ചേട്ടൻ ഉണ്ടാക്കി കൊണ്ട് തന്നാണ്. സൂപ്പറാണ്, അടിപൊളിയാണ്. ഓക്കെ, അപ്പം ഞങ്ങളുടെ ബിരിയാണി ഉണ്ടാക്കൽ ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ അടുക്കളയിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ മാളൂന് എപ്പോഴും ഇത് തന്നെയാണ് പരിപാടി. പിന്നെ അടുത്ത ആൾ ഇതാണ് ഞങ്ങളുടെ അരുൺ ചേട്ടൻ. നല്ലൊരു കുക്കാണ്, നല്ലൊരു ഷെഫാണ്. പിന്നെയാണെങ്കിൽ അടുത്തതായിട്ട് ഞങ്ങൾ ഉണ്ടാക്കുന്ന ബിരിയാണിക്ക് വേണ്ട എന്താ പറയുന്നത്, കാഷ്യൂ ഞെട്ട്, അതുപോലെയാണെങ്കിൽ സവാള വറുത്തത്, പിന്നെ അതുപോലെ തന്നെ ചെറിയ മുന്തിരി വറുത്ത് എല്ലാം ഞങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം ഞങ്ങൾ സെറ്റ് ചെയ്ത് അയച്ചേട്ടന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും പ്രത്യേകിച്ച് അങ്ങനെ ഒരു പണി ചെയ്യാനൊന്നുമില്ല, എല്ലാം സെറ്റ് ചെയ്ത് അയച്ചേട്ടന് കൊടുത്തിട്ടുണ്ട്. ഇനി അജിച്ചേട്ടനാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഓക്കെ, ഇത് ഞങ്ങൾക്ക് നല്ല രസമുള്ള ദിവസമാണ്. ഇത് പാർട്ട് 1 ആണ് കേട്ടോ. ഇതിൻ്റെ പാർട്ട് 2 വീഡിയോ ഉറപ്പായിട്ടും ഇടും. കാരണം ഇത് നല്ല ഒരു എൻജോയ്മെൻ്റ് ഉള്ള ഡേ ആണ്.